ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സിപിഐഎം യോഗത്തിൽ പേരെടുത്താണ് ഇത്തവണ വിമർശനമുണ്ടായത്. മാതൃകയാകേണ്ടവർ വിവാദമുണ്ടാക്കിയെന്നതാണ് ഉയർന്ന പ്രധാന വിമർശനം. ബിജെപി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ച ഇ.പി. ജയരാജൻ വിശദീകരിച്ചേ മതിയാകൂ എന്ന് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് നിലപാടെടുത്തു. മുഖ്യമന്ത്രിയുടെയും എം.വി. ഗോവിന്ദന്റെയും എ.കെ. ബാലന്റെയും പേരെടുത്തു പറഞ്ഞായിരുന്നു വിമർശനങ്ങളൊക്കെയും. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആർ ശ്രീജിത്ത്, ഗുഡ് ഈവനിംഗ്. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് സിപിഐഎമ്മിനുള്ളിൽ നേതൃയോഗങ്ങളിൽ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം. അതും വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രി മുതലുള്ള നേതാക്കൾക്ക് നേരെ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ശ്രീജിത്ത് ഇപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ വിമർശനങ്ങൾ ഉയർന്നു ശ്രീജിത്ത്? സുജിയ, ഗുഡ് ഈവനിംഗ്. CPM സംസ്ഥാന കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചർച്ച ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പ്രധാനമായും വിരൽ ചൂണ്ടിയത് നേതാക്കളുടെ പ്രതികരണങ്ങളുണ്ടാക്കിയ വിവാദങ്ങളിലേക്കാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗം A.K. ബാലൻ തുടങ്ങിയവരുടെ പ്രതികരണങ്ങൾ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ഇടയാക്കുന്ന തരത്തിലുള്ള വിവാദങ്ങളായി പരിണമിച്ചുവെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു. ഇവർ ഓരോരുത്തരും നടത്തിയ പ്രതികരണങ്ങൾ, വിവാദമായ പ്രതികരണങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിച്ചത്. പൊതുവേദിയിൽ നേതാക്കൾ പ്രതികരണം നടത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ജാഗ്രത പാലിക്കണമെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPM സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ ഒരു രേഖയിൽ പറയുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു രേഖ തയ്യാറാക്കി ഞങ്ങളെ ഉപദേശിച്ച നിങ്ങൾ തന്നെയാണ് ആ വിവാദങ്ങളെല്ലാം ഉണ്ടാക്കിയത്. ഞങ്ങൾ ആരെങ്കിലും പ്രതികരണങ്ങൾ നടത്തിയിരുന്നെങ്കിൽ അതൊന്നും മാധ്യമങ്ങളോ മറ്റാരുമോ ശ്രദ്ധിക്കുമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ പാർട്ടിയുടെ നേതാക്കളും ഭരണകർത്താക്കളും ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങൾ നടത്തുമ്പോൾ അത് തിരിച്ചടി ഉണ്ടാകണം എന്നുള്ള ഒരു ജാഗ്രത ഉണ്ടാകണമായിരുന്നു. മാതൃകയാകേണ്ട നേതാക്കളാണ് ഈ വിധം പ്രവർത്തിച്ചത് എന്നാണ് ഓരോരുത്തരുടെയും പരാമർശങ്ങളും അതുണ്ടാക്കിയ വിവാദങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും A.K. ബാലന്റെ പ്രതികരണങ്ങളുമാണ്. ഇതെല്ലാം ഉണ്ടാക്കിയ ഡാമേജ്, ആഘാതം വലിയ തോതിൽ ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നും ആളുകൾ ചൂണ്ടിക്കാണിച്ചു. അതായത് മാതൃകയാകേണ്ട നേതാക്കൾ തന്നെ വിവാദമുണ്ടാക്കിയപ്പോൾ അത് തിരിച്ചടി ഉണ്ടാക്കി. ഈ തിരിച്ചടിയെപ്പറ്റി ഉപദേശിക്കേണ്ട ആളുകളായിരുന്നു നിങ്ങൾ. ഉപദേശിച്ചവർ തന്നെയാണ് മാതൃകയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചത് എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത്. മറ്റൊന്ന് E.P. ജയരാജനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. E.P. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായിട്ടുണ്ട്. ഇതിനെപ്പറ്റി കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് പറഞ്ഞത് ഇതാണ്. അതായത് സാധാരണ കല്യാണ വീട്ടിൽ വെച്ചോ ബസ് സ്റ്റാൻഡിൽ വെച്ചോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചോ BJP നേതാക്കളെ കാണുമ്പോൾ കുശലം പറയുന്നതും സംസാരിക്കുന്നതുമൊക്കെ പതിവാണ്. എന്നാൽ അതൊന്നും കേരളത്തിലെ രീതി വെച്ച് അതൊരു തെറ്റായ കാര്യമല്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപക്ഷെ ഇത്തരത്തിൽ BJP നേതാക്കളെ കണ്ടാൽ പല്ലിറങ്ങി പോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാകും. കേരളത്തിലെ മര്യാദ വെച്ച് ഈ പൊതുസ്ഥലത്ത് വെച്ച് കാണുമ്പോഴൊക്കെ സംസാരിക്കും. എന്നാൽ അതുപോലെയല്ല വീട്ടിൽ വന്ന് BJPയുടെ പ്രധാനപ്പെട്ട നേതാവ് LDF കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ ഒരു നേതാവിനെ കാണുന്നത്. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയെപ്പറ്റി LDF കൺവീനറായ E.P. ജയരാജൻ വിശദീകരിച്ചേ മതിയാവൂ എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. ഈ ആവശ്യം സംസ്ഥാന കമ്മിറ്റിയിലെ മറ്റു പല നേതാക്കളും കാര്യകാരണ സഹിതം ഉന്നയിച്ചു. അത്തരത്തിൽ E.P. ജയരാജനെ കോർണർ ചെയ്തുകൊണ്ടുള്ള ശക്തമായ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായ ഒരു കാര്യം. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുമായി ബന്ധപ്പെട്ടാണ്. SFI സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അല്ല PM മാർഷോയുടെ പലതരത്തിലുള്ള പല പ്രതികരണങ്ങളുമെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതായത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം ആർഷോ സ്വീകരിച്ച സമീപനങ്ങൾ പാർട്ടിക്കും SFI എന്ന സംഘടനയ്ക്കും നിരക്കാത്തതായിരുന്നു. ഇത്തരത്തിൽ പ്രായപരിധി മാനദണ്ഡമടക്കം പാലിച്ചുകൊണ്ട് SFIയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരുത്തൽ വരുത്താൻ പാർട്ടി നേതൃത്വം ഇടപെടണമെന്ന ആവശ്യവും സംസ്ഥാന കമ്മിറ്റിയിൽ ഉയർന്നു. ശ്രീജിത്ത്, ഒരു പൊതുപരിശോധനയിലേക്ക് പോകുന്നുണ്ടോ? അതായത് തോൽവി സംബന്ധിച്ച് ഇനിയിപ്പോൾ നോക്കിയിട്ട് എന്താ കാര്യം, വോട്ട് മാറി BJPയിലേക്ക് പോയി എന്നങ്ങ് ഉൾക്കൊള്ളുകയാണോ പാർട്ടി? അക്കാര്യത്തിൽ എന്താണ്, പരിശോധന വേണോ, തിരുത്തൽ വേണോ, എന്താണ് നടന്ന ചർച്ച? സുജിയ, തെരഞ്ഞെടുപ്പ് തോൽവിയെപ്പറ്റി ഒരു പൊതുപരിശോധന വേണ്ട, അന്വേഷണ കമ്മീഷനെ വെച്ചുള്ള മണ്ഡലാടിസ്ഥാനത്തിലുള്ള പരിശോധന വേണ്ട എന്ന് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം. ഇതിന് സുജയ സൂചിപ്പിച്ച തന്നെ കാര്യമാണ്. വോട്ട് ചോർച്ച എങ്ങനെയുണ്ടായി, എവിടേക്ക് പോയി, ഏതെല്ലാം കാരണങ്ങൾ അതിന് പങ്കുവഹിച്ചു എന്ന കാര്യമൊക്കെ പകൽ പോലെ വ്യക്തമാണ്. അത്തരം കണക്കുകളെല്ലാം പാർട്ടിക്ക് മുന്നിലുണ്ട്. എന്നാൽ CPM നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം ഈ പരാജയം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല എന്നത് മാത്രമാണ്. എന്തുകൊണ്ട് ഈ തിരിച്ചടി നേരിടുമെന്ന കാര്യം മുൻകൂട്ടി മനസ്സിലാക്കാൻ പാർട്ടി ഘടകങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നതാണ് നേതൃത്വം
യോഗത്തെ അലട്ടുന്ന കാര്യം. കാരണം ബൂത്ത് മുതൽ മേലോട്ടുള്ള കമ്മിറ്റികൾ നൽകിയ കണക്കുകളെല്ലാം അമ്പയെ പാളിയിരിക്കുകയാണ്. മാത്രമല്ല എത്ര തിരിച്ചടി ഉണ്ടായാലും 8 മുതൽ 12 വരെ സീറ്റ് എന്നൊക്കെ വിലയിരുത്തിയത് ഈ കണക്കുകൾ വെച്ചായിരുന്നു. ആ വിശ്വാസമെല്ലാം ചീട്ടുകെട്ടാരം പോലെ തകർന്നടിയാൻ കാരണം ഈ കണക്കുകൾ പാളിയതാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ ജനവികാരം മനസ്സിലാക്കാൻ കഴിയാതെ പോയത് എന്ന കാര്യത്തിൽ ഒരു ആത്മപരിശോധന വേണമെന്ന് മാത്രമാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് ബൂത്ത് തലം വരെയുള്ള യോഗങ്ങൾ ചേർന്നുകൊണ്ട് തീരുമാനിക്കും. ജൂലൈ 15-നകം മേഖലാടിസ്ഥാനത്തിലുള്ള യോഗങ്ങളും ബൂത്ത് തലം വരെയുള്ള ഇത്തരം പരിശോധനകളും ഒക്കെ നടക്കും. എന്നാൽ അന്വേഷണ കമ്മീഷനോ പൊതുപരിശോധനയോ ഈ തോൽവിയുമായി ബന്ധപ്പെട്ടില്ല. ജൂലൈ 17-18 തീയതികളിൽ വീണ്ടും സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റിയിലായിരിക്കും സർക്കാരിന്റെയും പാർട്ടിയുടെയും ഈ മുന്നോട്ടുള്ള പ്രവർത്തനം സംബന്ധിച്ച ഒരു പൊതുമാർഗരേഖയ്ക്ക് തീരുമാനം എടുക്കുക. അതിനു മുമ്പ് ഈ മാസം 28-ന് CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പൊതുവായി ഈ തോൽവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തിരുത്തൽ നിർദ്ദേശങ്ങളും കേന്ദ്ര നേതൃത്വം നൽകും. ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും ജൂലൈ 17-18 തീയതിയിൽ നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു മാർഗരേഖ തയ്യാറാക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ ജാവദേക്കർ വിവാദം വെറുതെ വിടുന്നില്ല. അത് തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ചയാകും, ഒരുപക്ഷെ നടപടിയിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിലുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയായി വേണ്ടേ കാണാൻ? കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവിലൂടെ ഈ വിവാദം കൂടുതൽ ഒന്നുകൂടി ചർച്ചയാകണം, നടപടിയെടുക്കണം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അന്ന് വെറുതെ വിട്ടു, തെരഞ്ഞെടുപ്പല്ലേ കഴിയട്ടെ എന്ന് കരുതി. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, തോറ്റു, നന്നായി തോറ്റു എന്ന് വിലയിരുത്തി. അപ്പോൾ ഇനി നടപടി ഇപിക്ക് നേരെ ആണോ നീളുന്നത്? സുജിയ, CPIMന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ സംഘടനാ രീതി വെച്ച് വെറുതെ വിടാൻ കഴിയുന്ന ഒരു വിഷയമോ പ്രതികരണമോ അല്ല ഈ വിഷയത്തിൽ EP ജയരാജനിൽ നിന്നുണ്ടായത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരിൽ ഒരാൾ, LDFന്റെ കൺവീനർ, അദ്ദേഹമാണ് സൗഹൃദ സന്ദർശനമാണ് എന്ന് അവകാശപ്പെടുന്ന തരത്തിലുള്ള ഒരു സന്ദർശനം BJPയുടെ പ്രധാനപ്പെട്ട നേതാവുമായി നടത്തിയത്. അത് BJPയിലേക്ക് പോകാനുള്ള ചർച്ചയാണ് എന്ന മട്ടിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അത്തരം പ്രചരണങ്ങൾ നടന്നു. ഈ ഒരു പ്രചരണത്തെ സംബന്ധിച്ച് ഒരു കൃത്യമായ പരിശോധനയും മറ്റ് ചർച്ചകളും പാർട്ടി കമ്മിറ്റികൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ആ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്ന ചില പ്രതികരണങ്ങളാണ് CPIMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത്. ഈ കണ്ണൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് തന്നെ, എക്കാലത്തും EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കർശനമായ നിലപാടെടുക്കുന്ന നേതാവ് തന്നെയാണ് ഈ ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. വളരെ സ്ട്രെയിറ്റ് ആയി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. അതായത് എങ്ങനെയാണ് BJP നേതാക്കളുമായിട്ടുള്ള ഇടപഴകൽ, ബസ് സ്റ്റാൻഡിലോ അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ പൊതുവിടങ്ങളിലോ കല്യാണ വീട്ടിലോ കാണുമ്പോൾ കുശലം പറയുന്നു. അതൊക്കെ കേരളത്തിന്റെ ഒരു സുജന മര്യാദ വെച്ച് ആർക്കും അംഗീകരിക്കാവുന്ന കാര്യമാണ്. എന്നാൽ വീട്ടിലെത്തി BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തെ കാണുമ്പോൾ അവിടെ അതിന്റെ തലം മാറിയിരിക്കുന്നു. ഈ കാര്യത്തെപ്പറ്റി വിശദീകരിക്കാൻ EP ജയരാജന് ബാധ്യതയുണ്ട്. അത് വിശദീകരിച്ചേ മതിയാകൂ എന്ന് പറയുമ്പോൾ അത് സുജയ് സൂചിപ്പിച്ച പോലെ അന്വേഷണമടക്കമുള്ള മറ്റ് സംഘടനാ നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്കുള്ള ഒരു വഴിവെട്ടലായി മാറുന്നുണ്ട്. EP ജയരാജന്റെ ഈ കാര്യത്തിലുള്ള നിലപാട്, അതായത് EP ജയരാജന്റെ ഇത്തരത്തിലുള്ള വിവാദങ്ങളടക്കം അദ്ദേഹം പാർട്ടിക്ക് ബാധ്യതയായി മാറുന്നുണ്ടോ എന്ന ആശങ്കയും പല കോണുകളിൽ നിന്നും ഈ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പ്രകടിപ്പിക്കപ്പെട്ടു. ഓക്കെ, വിശദീകരണം തേടിയിട്ടുണ്ട് ആർ ശ്രീജിത്ത്. ആ വിശദീകരണത്തിലേക്ക് എത്തുന്ന, അതായത് വിശദീകരണം വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. അതിലിനി EP-യുടെ പ്രതികരണം എന്ത്, യോഗങ്ങൾക്ക് ശേഷമുള്ള നേതാക്കളുടെ വെവ്വേറെയുള്ള പ്രതികരണങ്ങൾ എന്ത്, അതൊക്കെയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് വീണ്ടും എത്താം ആർ ശ്രീജിത്തിലേക്ക്.